അസ്സലാമു അലൈക്കും. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ദിവസം മുൻപുള്ള വീഡിയോ ആണ്. മോള് കയ്യിൽ മൈലാഞ്ചി ഇട്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വീഡിയോ എടുത്തതാണ്. പിന്നെ ഇത് രാത്രിയാണ് കേട്ടോ. അന്നത്തെ ദിവസം രാത്രി ദോശയായിരുന്നു, ദോശയും തക്കാളി ചമ്മന്തിയും. അപ്പോൾ ഉമ്മയൊക്കെ ഉണ്ട് കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ. അപ്പോൾ ഉമ്മക്ക് രാത്രി ചോറൊന്നും ഉണ്ടാക്കില്ല, എന്തെങ്കിലും പലഹാരമൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അത് തന്നെ കുട്ടികളും കഴിക്കും. അപ്പോൾ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി വഴറ്റിയിട്ട് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തിയാണ് കേട്ടോ. തേങ്ങ ചെറുതായി മുറിച്ചിട്ടാണ് അതിലിട്ടിരിക്കുന്നത്. അപ്പോൾ അയ്യാൻകുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ട് അവിടെ ഇരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ദിവസം കഴിഞ്ഞിട്ട് ഇതിൻ്റെ പിറ്റേ ദിവസം ഞാനും ആദിലും കൂടി ഒന്ന് പട്ടാമ്പിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ദിവസം മുൻപ് പറഞ്ഞിരുന്നു ഇക്കയും കുട്ടികളും പട്ടാമ്പിക്ക് പോയപ്പോൾ ചെറിയൊരു ആക്സിഡൻ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം ആദിലിന് നെഞ്ചിൻ്റെ ഭാഗത്ത് നല്ല വേദനയായിരുന്നു. അപ്പോൾ അതൊന്ന് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയതാണ്. കുഴപ്പമൊന്നുമില്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ അവിടെ കുടുംബിനി സൂപ്പർ മാർക്കറ്റിൻ്റെ മുൻപിൽ AVT ചായപ്പൊടിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ചായ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ആ ഭാഗത്ത് പോകുന്നവർക്കും ആ മാർക്കറ്റിൽ കയറുന്നവർക്കൊക്കെ. അപ്പോൾ ഞാനും അതിലും അവിടെ ഇരുന്ന് ഓരോ കപ്പ് ചായയൊക്കെ കുടിക്കുകയായിരുന്നു കേട്ടോ. അത് നല്ല അടിപൊളി സ്ട്രോങ് ഉള്ള ചായയാണ് കേട്ടോ. അപ്പോൾ AVT പൊടിൻ്റെ പരസ്യത്തിന് വേണ്ടി അവർ അന്നത്തെ ദിവസം ഫുള്ളും അവിടെ ചായ സപ്ലൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. പിന്നെ ആദിലിന് ചായയൊക്കെ ഒന്ന് ആറ്റി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറിയിട്ട് ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ബസ്സിന് വരികയാണ് കേട്ടോ ചെയ്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇത് പിന്നെ ഇന്ന് രാവിലെയുള്ള വീഡിയോ ആണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കുറേശ്ശെ വീഡിയോ എടുത്തിടുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇഡ്ഡലിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് മാവ് ബാക്കിയുള്ളതുകൊണ്ട് ദോശ ഉണ്ടാക്കുകയാണ്. അപ്പോൾ കുറച്ച് ചിക്കൻ പീസ് ഇവിടെ ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു കറി ഉണ്ടാക്കാനാണ്. ദോശയ്ക്കും ഉച്ചക്കൽക്ക് ചോറിനുള്ള കറിയും കൂടി ആക്കാനാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ നല്ല ലൂസാക്കിയിട്ടൊരു കറിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിറകൊക്കെ കഴിഞ്ഞു പോയിട്ടാണ്, വിറകൊക്കെ തീർന്നു. അപ്പോൾ അധികം ഇപ്പോൾ ഗ്യാസിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ഇനിയിപ്പോൾ വിറകൊക്കെ നമുക്ക് തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വേണം. ഇപ്പോൾ നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിലായതുകൊണ്ട് തന്നെ നമുക്ക് വിറക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ സ്കൂട്ടിയിൽ അന്നന്നാൾ കുറേശ്ശെ വിറകൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇതാ ഞാൻ കഴുകി വെച്ച ചിക്കനിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ സബോള, തക്കാളി, പച്ചമുളക് എല്ലാം കൂടെ ഇട്ട് കൈ കൊണ്ട് നല്ലപോലെ തിരുമ്പി ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് കുക്കറിൽ ഒരു വിസിലിട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ടാണ് കേട്ടോ ഞാൻ കറി വെച്ചിട്ടുള്ളത്. ദോശയ്ക്കുമായി ഉച്ചയ്ക്ക് ചോറിനുമായി എന്ന് വിരിച്ചിട്ട്. അപ്പോൾ ചിക്കനൊക്കെ അവിടെ ഇവിടെ ഓരോ പീസേ ഉള്ളൂ. ചിക്കൻ്റെ കറിയാണ് കേട്ടോ കൂടുതലുള്ളത്. ഇവിടെ എല്ലാവർക്കും കറിയാണ് കൂടുതൽ വേണ്ടത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അപ്സും അതിലൊക്കെ സ്കൂളിലേക്കൊക്കെ പോയി. പിന്നെ ഞാനും അയ്യാൻകുട്ടിയും ഇവിടെ നിന്ന് തോട്ടത്തിൽ പാലെടുക്കാൻ പോയിട്ടാണ്. ഇപ്പോൾ ഇത് മരുതൂർ ഞങ്ങൾ വെട്ടുന്ന തോട്ടമാണ്. അപ്പോൾ ഇവിടെ നിന്ന് പാലെടുത്ത് കഴിഞ്ഞിട്ട് വേണം അടുത്തത് ചൂരക്കോട് എന്ന് പറയട്ട അവിടെ പാലെടുക്കാൻ പോകാൻ. ഇപ്പോൾ 2 ഭാഗത്തായിട്ടാണ് ഇപ്പോൾ വെട്ടുന്നത്. അപ്പോൾ ചൂരക്കോട് ഭാഗത്തുള്ള തോട്ടമൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു ഷെഡ് ഉണ്ട് ഇവിടെ അയാൻകുട്ടിക്ക് ഫോണിൽ എന്തെങ്കിലും കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ട് ഇരുത്തണ്ട. അവൻ അവിടെ ഇങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ പെട്ടെന്ന് പാലെടുക്കലും കഴിയും. അപ്പോൾ ഇവിടെ ഒരു 500 മരം തന്നെ ഉള്ളൂ കേട്ടോ. 2 പേരും കൂടി പെട്ടെന്ന് പാലെടുക്കും. പിന്നെ അത് നമ്മുടെ മുതലാളിയുടെ വണ്ടിയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നു. പിന്നെ കുറച്ച് വിറകൊക്കെ ഒന്ന് വെട്ടിപ്പൊളിച്ച് അടുപ്പിൻ്റെ അവിടെ കൊണ്ട് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രിക്ക് കറിയൊന്നും തികയില്ല, കഞ്ഞി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങും വഴുതിരിങ്ങയും വളരെ പൊടിയായിട്ട് തന്നെയൊക്കെ മുറിച്ച് തന്നു കേട്ടോ. അതൊരു ഉപ്പേരി ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇങ്ങനത്തെ ഉപ്പേരി എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നല്ല അടിപൊളിയായിരിക്കും ഉരുളക്കിഴങ്ങും വഴുതിരിങ്ങയും ഇതുപോലെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയാൽ. അപ്പോൾ കുറച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഉപ്പേരിയും കൂടെ ആക്കിയെടുക്കുകയാണ് കേട്ടോ. കഞ്ഞിക്കാണെങ്കിലും ചോറിനാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും എന്തിനാണെങ്കിലും ഇങ്ങനെയുള്ള ഉപ്പേരി അടിപൊളിയായിരിക്കും. അപ്പോൾ ആദിലിന് ഈ ഉപ്പേരിയോട് വലിയ പിടുത്തമൊന്നുമില്ല കേട്ടോ. അവന് പൊതുവെ പച്ചക്കറി കഴിക്കാൻ കുറച്ച് പിന്നോട്ടാണ്. അപ്പോൾ അവനൊരു കോഴിമുട്ട പൊരിച്ചിട്ട് അവന് ചോറൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും.